ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മുടെ കൊനാമിയിൽ അങ്ങനെ എപ്പിക്ക് വീണ്ടും വന്നിട്ടുണ്ട്. അതായത് നാഷണൽ അറ്റാക്കേഴ്സ്, ഇൻസാക്കി, അതുപോലെ തന്നെ സ്റ്റോയ്ച്കോവിക്, റൗള്. അപ്പം ഇതിൽ മൂന്നാളിനെ നിങ്ങളാരും ജസ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാം. അതുകൊണ്ട് ആർക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് കമൻറ്റ് ചെയ്തായിരുന്നു. നമ്മുടെ കുറേ പേർക്ക് അത്യാവശ്യം എല്ലാവർക്കും എന്താ പറയുക ഒരു എപ്പിക്കെങ്കിലും അടിച്ചിട്ടുണ്ട്, അടിക്കാത്തവരുണ്ട്. എന്നാലും നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഓരോ ദിവസം നമുക്ക് നാഷണലും അങ്ങനെ പലതായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഫ്രീ ട്രൈ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരാളെങ്കിലും കിട്ടും. അപ്പോൾ നമുക്ക് എന്താ പറയുക 3 ഫ്രീ ട്രൈകളുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. നമുക്ക് എനിക്ക് തോന്നുന്നു 1000 കോയിൻ ആയിട്ടുണ്ട്. ഒരു എപ്പിക്ക് നമ്മുടെ 100 കോയിൻ ഇട്ടിട്ട് കറക്കിയാലോന്നുണ്ട്. ഒന്ന് നോക്കാം, നമുക്കൊന്ന് സെറ്റ് ചെയ്യാം എന്തായാലും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡെനിൻസനെ എടുക്കുന്നു. ജസ്റ്റ് എല്ലാം ഒന്ന് നമ്മുടെ പഴയ ട്രിക്ക് തന്നെ ടാപ്പ് ചെയ്യുന്നു. ഇന്ന് നമുക്ക് കൊനാമി ഒന്ന് കനിഞ്ഞാൽ മതിയായിരുന്നു. ഓക്കെ, അപ്പോൾ എല്ലാം ഒന്ന് ജസ്റ്റ് മെല്ലെ എല്ലാം ടാപ്പ് ചെയ്യുന്നു. ജസ്റ്റ് ഒരു 2 സെക്കൻഡ് ഇങ്ങനെ നിൽക്കുന്നു. ഒന്നുകൂടെ ഡെനിൻസനെ എടുക്കുന്നു. ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു എല്ലാം. അതിൻ്റെ ടൈപ്പ്, ഹൈറ്റ്, ഏജ്, സ്ട്രോങ് ഷൂട്ടർ, ഡ്യൂറേഷൻ ഓഫ് കോൺടാക്റ്റ് ഒക്കെ വെറുതെ വായിച്ച് നോക്കുന്നു. ട്രിക്കസ്റ്റർ, മാക്സിമം ഹോൾ പ്ലെയർ എല്ലാം നോക്കി ജസ്റ്റ് ഒന്ന് എല്ലാം വെറുതെ ഇതാക്കുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടിയ മാച്ചിലേക്ക് പോകണം. ഡബിൾ ടച്ച് ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ബാക്കിലോട്ട് വരാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യാം ആർക്കെങ്കിലും ഡെനിൻസനെയോ. കുറേ പേര് പറഞ്ഞത് സ്റ്റോയ്ച്കോവിനെ കിട്ടി, കാഫ്, റോബർട്ടോ കാർലോസ്, വാൻഡർവാൾട്ടിനെ കിട്ടിയത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. അപ്പം നമുക്ക് ഫസ്റ്റ് ഒന്ന് ക്യാൻസൽ അടിക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ സ്റ്റോയ്ച്കോവിനെ ജസ്റ്റ് എടുക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് ഇതാക്കി മാസിങ് റൺ മെല്ലെ ഒന്ന് എല്ലാം. ഇഞ്ചുറി റെസിസ്റ്റൻസ് ഹൈ ആണ്. എഫക്റ്റ് കണ്ടീഷനൊക്കെ ഒന്ന് വായിച്ചു നോക്കുന്നു. വെറുതെ സോബ്രയറോ പ്ലെയർ സ്കില്ല് അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എന്തായാലും ഭാഗ്യമുണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിതാ ഗൈസ് അടിക്കാൻ പോവുകയാണ്. ഒരെണ്ണം രാവിലെ തന്നെ അടിക്കുന്നു. ഓക്കെ, അടിക്കുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ഫ്രീ ട്രൈ ചെയ്തിട്ടുണ്ട്. കൊനാമി നമുക്ക് തരുമോ നോക്കാം. ഈശ്വര, അടിച്ചാൽ മതിയായിരുന്നു. എടാ ഇല്ലടാ ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ട്രൈ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്തായാലും ആരെയാ നോക്കട്ടെ. ഇംഗ്ലീഷ് ലീഗിലുള്ള ആരാണ്? വാക്കർ. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, വാക്കറിനെയാണ് കിട്ടി. എന്നാലും നമുക്ക് ഒരു ട്രൈ കൂടെ നടത്തിയാലോന്നുണ്ട്. ചിലപ്പോൾ ഒന്നിപ്പോയാൽ 3 പറഞ്ഞാൽ 2 എണ്ണം കിട്ടിയാലോ. വാക്കർ എവിടെയാണ് നോക്കട്ടെ. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ നോക്കാം. ഡെനിൻസനെ തന്നെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുന്നു. എന്നിട്ട് പഴയ പോലെ എല്ലാം പറയാൻ പറ്റില്ല ഗൈസ്, ചിലപ്പോൾ എങ്ങനെ അടിച്ചാലോ. ജസ്റ്റ് 2 വട്ടം ഒന്നും കൂടെ ഡെനിൻസൺ. ഓക്കെ, ജസ്റ്റ് എല്ലാം ഒന്ന് നോക്കുന്നു. ബാക്ക് അതേപോലെ വരുന്നു. അതിനുശേഷം ഒരു ക്യാൻസൽ നടത്തുന്നു. എന്നിട്ട് നമുക്ക് സ്റ്റോയ്ച്കോവിനെ തന്നെ എടുക്കാം. ജസ്റ്റ് എല്ലാം ഒന്ന് ഇതാക്കുന്നു. ഓക്കെ, എല്ലാം ഒന്ന് ജസ്റ്റ് നോക്കുന്നു. എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ ട്രൈയിലേക്ക് പോവാം. എന്തായാലും ഇതെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു ഗൈസ്. നമുക്ക് ഫ്രീ ട്രൈ എടുക്കാം. ഒരെണ്ണം ഞാൻ ബാക്കി വെക്കും കേട്ടോ, അത് നാളത്തേക്കാണ് ഗൈസ്. എന്തായാലും നമുക്ക് നോക്കാം. എടാ ഇല്ലടാ, കത്തിയില്ല. ഗൈസ് 2 എണ്ണം പോയി. അപ്പോൾ എന്തായാലും ഒരെണ്ണെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു. ഇതാരാ? ലീഗ പോർച്ചുഗലിന്റെ ആരാണ്? ഡിമെരിയ. ഡിമെരിയനെ കിട്ടി. പക്ഷെ എന്നാലും നമ്മൾ ആ ചെക്കനെ കിട്ടാണ്ട ഒരു വേറൊരു ഇത്. ഓക്കെ ഗൈസ്, അപ്പോൾ എവിടെയാ നോക്കട്ടെ. നോക്കുകയാണെങ്കിൽ ഡിമെരിയാണ് കിട്ടി. എടാ ഇതെന്താ കറക്റ്റ് ഒരു ഇതിൽ പോയല്ലോ ഗൈസ്. ഗൈസ് ഒരെണ്ണത്തിലാണ് പോയത്. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്. ഇപ്രാവശ്യം വെറുതെ ജസ്റ്റ് സ്റ്റോയ്ച്കോവിനെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഒരെണ്ണം കൂടി ഉണ്ട്. ഒരെണ്ണം ഒന്ന് എടുക്കണമെന്നാണ്. ഇതൊരു ഭാഗ്യം പോലെ ഗൈസ്. അതുകൊണ്ട് എന്താ ചെയ്യാൻ ഒരു പിടുത്തമില്ല. എന്തായാലും ജസ്റ്റ് നമ്മൾ ടാപ്പ് ചെയ്യുന്നു. ഫ്രീ ട്രൈ എടുക്കാൻ പോവാണ്. എല്ലാ ഫ്രീ ട്രൈയും കഴിഞ്ഞു. ഒരെണ്ണം കൂടി ഉണ്ട്. എന്തായാലും എടുത്തു ഗൈസ്. ഇതും കൂടെ നമുക്ക് നോക്കാം. അടിക്കുമോന്ന് ഗൈസ്. കത്തിയിട്ടുണ്ട്. സാധനം കത്തിയിട്ടുണ്ട്. എന്റെ മോനെ കത്തിയിട്ടുണ്ട് കേട്ടോ. നോക്കാം നമുക്ക് ആരാന്നറിയില്ല ഗൈസ്. മഞ്ഞ കത്തിയിട്ടുണ്ട്. ആരുടെ ഇതാരാ സാധനം? സ്റ്റോയ്ച്കോവ്. പൊന്നു കിട്ടി ഗൈസ്. എപ്പിക്ക് എന്റെ മോനെ ഗൈസ്. അപ്പോൾ നമുക്ക് വീണ്ടും കിട്ടിയിട്ടുണ്ട് ചെക്കനെ. എന്തായാലും ചെക്കനെ കിട്ടിയവർ ജസ്റ്റ് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ എങ്ങനെയുണ്ട് കമന്റ് ചെയ്യുക. എന്തായാലും പൊളിച്ചു. ഓക്കെ, നമ്മൾ വിചാരിച്ചോണ്ടിരുന്നായിരുന്നു കിട്ടണമെന്ന്. അപ്പോൾ തന്നെ കിട്ടി. 3ാമത്തെ ട്രയലാട്ടോ ഗൈസ് കിട്ടിയത്. ഏതായാലും പൊളിച്ചു ഗൈസ്, അടിപൊളി. ഓക്കെ, അങ്ങനെ സ്റ്റോയ്ച്കോവിനെ നമുക്ക് കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഗൈസ് എനിക്കൊരു ഇതും കൂടെ ഉണ്ട്. കാരണം എപ്പിക്കിൻ്റെ എല്ലാം തീർന്നു അല്ലേ. പ്രോബോ പാക്കിൽ പോകുന്നു. എൻട്രിക്കൊക്കെ സീനാണെന്ന് എല്ലാവരും പറഞ്ഞു. എന്നാലും നമുക്ക് ഗൈസ് 100 രൂപ കറക്കി കളയണമെന്ന് ആലോചിക്കുമ്പോൾ ഒരു എന്തോ പോലെ. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നത്.
പോപ്പോ പാക്ക് ഇറക്കണോ ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യട്ടെ ഗൈസ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ കറക്കാർ ഏതാണ്? വെറുതെ 100 രൂപ കളയണോ അല്ലെ പോപ്പോ പാക്ക് ഇട്ടിട്ട്? പോപ്പോ പാക്ക് നോക്കുകയാണെങ്കിൽ സേവ് ചെയ്യണമെന്ന് വെച്ചാൽ സേവ് ചെയ്യണമെന്നുണ്ട് ഗൈസ്. ഹാളിൻ്റെ സീനാന്ന് എല്ലാവരും പറഞ്ഞ്. നമുക്കൊരു കാര്യം ചെയ്യാം, എന്തായാലും ഇവിടം വരെ എത്തിയേ, ഒരു എപ്പിക്ക് കറക്കാൻ ഗൈസ്. എന്തായാലും 100 രൂപ നമുക്ക് നമ്മൾ എടുക്കാൻ പോവാണ്. റൗളിനെ കിട്ടണമെന്നാണ് എനിക്കൊരു ഇത്. നമുക്ക് എന്തായാലും ഇൻസാഗിനെ എടുക്കാം. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് എല്ലാം ഒന്ന് ഇതാക്കുന്നു. ഓക്കെ, എഫക്റ്റ് ആൻഡ് കണ്ടീഷൻ ജസ്റ്റ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് ബാക്ക് പോകുന്നു. എന്തായാലും കിട്ടുമോ നോക്കാം. ക്യാൻസൽ അടിക്കുന്നു. ജസ്റ്റ് റൗളിനെ എടുക്കുന്നു. ഓക്കെ, മാച്ചിങ്ങാണ്. എല്ലാം ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാം ഒന്ന് അടിച്ചാൽ മതിയായിരുന്നു ഗൈസ്. ഇതും അടിച്ചു കഴിഞ്ഞാൽ കലക്കും. എന്തായാലും നമുക്ക് നോക്കാം. റീട്രൈ കൊടുക്കാൻ പോവാട്ടോ. 100 കോയിൻ കളയാൻ പോവാണ്. കളഞ്ഞു ഗൈസ്, 100 രൂപ പോയി. എന്തായാലും നോക്കി നോക്കാം കൊനാമി എന്തെങ്കിലും തരുമോ. എടാ ഇല്ല, 100 രൂപ പോയി ഗൈസ്. എന്തായാലും കുഴപ്പമില്ല. നോക്കുകയാണെങ്കിൽ ആരെ കിട്ടിയെന്നൊക്കെ 100 രൂപ പോയി. അമേരിക്കൻ ലീഗിലുള്ള ആരാണ്? സുവാരസോ? സുവാരസിനെ കിട്ടിയ കുഴപ്പമില്ല. 100 രൂപ പോയി. ഇനി കളയുന്നില്ല. എന്തായാലും ഇനി നമുക്ക് സേവ് ചെയ്യണം. അത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാന്ന് വെച്ചിരുന്നത്. വല്ല ഭാഗ്യം അടിച്ചാലോ. എവിടെയാ നോക്കാം ഗൈസ്? സുവാരസ് ഇതിന് കിട്ടണ കുറച്ച് സീനാണ്. കാരണം കുറെ പ്ലെയർ കാർഡുണ്ട്. ശരിക്കും നമുക്ക് 100 രൂപ അവിടെ ചെലവഴിച്ചാൽ മതിയായിരുന്നു. പോട്ടെ, കാരണം എന്തായാലും അടിച്ചിട്ടുണ്ടല്ലോ ഗൈസ്. നമുക്ക് അങ്ങനെ എപ്പിക്ക് സ്റ്റോയ്ക്കോവിന് കിട്ടിയിട്ടുണ്ട്. അല്ല, സ്റ്റോയ്ക്കോവിക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും മാച്ചിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളങ്ങനെ മാച്ചിലേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഡിവിഷൻ മാച്ച്. അപ്പോൾ ഓപ്പോണ്ട് നല്ല സെറ്റാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം നമ്മുടെ ഓപ്പോണ്ട് ആരാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ജേഴ്സി ഒക്കെ സെറ്റാണ്. ഇപ്രാവശ്യം നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് നമ്മുടെ ഓപ്പോണ്ടായി വന്നിരിക്കുന്നത്. നമുക്ക് ഫോർമേഷൻ നോക്കാം. ജേഴ്സി ഒക്കെ ഇപ്പോൾ റെഡിയാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്റ്റോഫാൽപ്പിനെ ആണല്ലോ നമ്മുടെ മാനേജർ. അപ്പോൾ ഗൈസ് ഞാൻ എന്താ പറയുക, സാധാരണ നമ്മുടെ മാച്ചുകളിൽ ആങ്കറിംഗ് ഒന്നും ഇടാറില്ല. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം സെറ്റ് ചെയ്തിട്ടാണ് മാച്ച് ഇറക്കുന്നത്. കാരണം നിങ്ങൾ എന്തായാലും ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം മാച്ച് ഇറക്കാൻ. കാരണം എന്താ പറയുക, കുറേ നമ്മൾ ഡിഫൻസ് ടീമും എല്ലാം എന്താ പറയുക, കൂടുതൽ കളികളും എന്താ പറയുക നമ്മളിത് വിട്ടുപോകും ഓരോ കളിയും സെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എന്താ പറയുക, നമ്മൾ ജയിക്കാനുള്ള പ്രോബിലിറ്റി നമ്മൾ ചിലപ്പോൾ ജയിക്കാനുള്ള മാച്ച് ആയിരിക്കും. പക്ഷേ ചിലപ്പോൾ നമ്മളെന്താ പറയുക മാച്ചൊക്കെ ലോസ് ആവുന്നതിൻ്റെ കാരണം ഇത് തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും സെറ്റ് ചെയ്തിട്ട് ഇറക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം നമ്മുടെ ഓപ്പോണ്ട് ആരാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റോയ്ക്കോവിക്കിനെ ഇറക്കാം. അതിന് മുമ്പ് നമ്മുടെ എന്താ പറയുക പ്ലെയർ പ്രോഗ്രഷനൊക്കെ സെറ്റ് ആവുന്നുള്ളൂ. നമ്മുടെ കാഫു ആയാലും റോബോട്ടോ കാർലോസ് ആയാലും. അപ്പോൾ എന്തായാലും നമുക്കിപ്പം ഗൈസ് മൊത്തം എനിക്ക് തോന്നുന്നു 5 എപ്പിക്കല്ലേ ഉള്ളത്. 5 എപ്പിക്കിൽ 3 എപ്പിക്കോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ നമ്മളോട് കൊനാമി തന്നത് എന്തായാലും നല്ല കാര്യം. കാരണം 3 എപ്പിക്ക് കിട്ടിയല്ലോ ഗൈസ്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. വരുന്നതൊക്കെ നമുക്ക് ഉറപ്പായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളൊരു എപ്പിക്ക് അല്ലാണ്ട് ചെയ്തു 100 കോയിൻ കൊടുത്തു. പക്ഷെ അത് നമുക്ക് കിട്ടിയില്ല. കാരണം ശരിക്കും പറഞ്ഞാൽ റൗളിനെ കിട്ടാനൊന്ന്, പക്ഷേ എന്താ ഗൈസ് ചിലപ്പം 2 പ്രാവശ്യം ട്രൈ ചെയ്താൽ കിട്ടുമായിരിക്കും. പക്ഷേ കോയിൻ കളയാനൊരു മടി, അതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ ഓപ്പോണ്ട് ആരാന്ന് ഗൈസ്. അപ്പോൾ ഓപ്പോണ്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ പൊസിഷൻ ആയിട്ടാണ് ഓപ്പോണ്ട് വന്നിരിക്കുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. അത്യാവശ്യം നല്ലൊരു എന്താ പറയുക സ്ക്വാഡ് തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു ക്യാപ്റ്റൻ ബെക്കംബറാണ്. ഗോളി നമ്മുടെ മാനുവലാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ മാനുവലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ സെന്റർ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. കാരണം എത്ര മാച്ചാണെന്നറിയില്ല, 2 മാച്ചും കൂടി ഉണ്ടെന്ന് തോന്നും. അപ്പോൾ എന്താ പറയുക, നമ്മുടെ റെഡ് കാർഡ് കഴിഞ്ഞ മാച്ചിൽ നമുക്ക് റെഡ് കാർഡ് കിട്ടിയിരുന്നു. അപ്പോൾ ആ മാച്ച് കാണാത്തവരായിരുന്നു ജസ്റ്റ് കാണുക. അപ്പോൾ അത് കാരണം നമ്മൾ പുതിയൊരു നമ്മുടെ ഒബ്ലാങ്ങിനെയാന്ന് തോന്നുന്നു നമ്മൾ എന്തായാലും സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കാണാം ഇന്നത്തെ മാച്ച് എങ്ങനെ ഉണ്ടാവും. മൊത്തം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും മാച്ചിലേക്ക് കിടന്നിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൂയിസ് റോമിന്റെ ഗ്ലോറി മാൻ യുണൈറ്റഡ്. ഓക്കെ, അപ്പോൾ അവർക്കാണ് ഫസ്റ്റ് ടച്ച് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ജസ്റ്റ് കമന്റ് ചെയ്യുക ഗൈസ്, എങ്ങനെയാണ് നിങ്ങളുടെ എപ്പിക് പ്ലേയേഴ്സ് ആരൊക്കെയാണ് കിട്ടിയത്. അപ്പോൾ കുറേ പേര് കമന്റ് ചെയ്തായിരുന്നു കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എംബാപ്പയാണ്. എംബാപ്പെ ടു ബെക്കംബർ ടു കോസ്റ്റേട്ട ടു നമ്മളെന്തായാലും ഗോളിനെ കാണിക്കുന്നതായിരിക്കും. ഫസ്റ്റിനെ ത്രൂ പോയി ഗൈസ്. അപ്പോൾ നമ്മുടെ മാനുവൽ നെയറിനെ നമ്മൾ എന്തായാലും വരുന്ന മാച്ചിൽ ഏതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉറപ്പായിട്ടും കംബാക്ക് തിരിച്ചു കൊണ്ടുവരുന്നതാണ്. കോസ്റ്റേട്ട ഇട്ടിരിക്കുകയാണ്. കിട്ടിയിട്ടില്ല. മറഡോണ നൈസൊരു പാസ്സായിരുന്നു. അലാബ ഒരു ഷോട്ട് കിട്ടിയിട്ടുണ്ട്. ഉണ്ടേഗൻ ടു ഗ്രീസ്മൻ ടു മറഡോണ. ഓക്കെ, ഒരു നൈസ് ത്രൂ പാസ്. കോസ്റ്റേട്ട ഗൈസ്, കോസ്റ്റേട്ട അവിടെ വന്നു. മാനുവൽ നെയർ ടു ഹവാർഡ്സിലേക്കാണോ കിട്ടിയിട്ടുണ്ട്. വാൽവerde ഷോട്ട്. ജെറാഡ് ഒരു ത്രൂ പാസ്. വൈറ്റ്. ഓക്കെ, കിട്ടിയിട്ടുണ്ട് ഗൈസ്. മറഡോണ ഒരു ക്രോസ് നടത്തുന്നു. കറക്റ്റ് ഗോളിയുടെ കൈകളിലേക്ക് ഗൈസ്. അപ്പോൾ വീണ്ടും ഗോളി. എന്തായാലും നമ്മൾ മറ്റേ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തപ്പോൾ മാച്ചൊന്നും സെറ്റാണ്. ഡിബ്രോണി
ഓക്കെ എടുത്തിട്ടുണ്ട്. ബെക്കംബാർ ത്രൂ പാസ് ജെറാഡ്. ഓക്കെ വാൽവെർഡെ, മർഡോണ ടു ഓഫ് കോസ്റ്റ് ഷോട്ട് അറ്റാക്ക് ചെയ്തു ഗൈസ്. ഹവാർഡ്സ് ഓക്കെ കയറി വന്നിട്ടുണ്ട്. ഓക്കെ എടുത്തിട്ടുണ്ട് ബെക്കംബാർ ഷോട്ട്. അപ്പോൾ വീണ്ടും മെസ്സിയിലേക്ക് ഗ്രീസ്മാൻ ടു ത്രൂ പാസ് ഉണ്ടാകാൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഗ്രീസ്മാൻ ഓക്കെ മെസ്സി നല്ലൊരു ചാൻസ്. എടാ അവിടെ അവൻ അടിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ നല്ലൊരു ചാൻസ് തന്നെയാണ്. റോഡ്രിഗർ ഒരു ഷോട്ട്. ഗ്രീസ്മാൻ ഓക്കെ കിട്ടിയിട്ടുണ്ട്. മെസ്സി എടേ ഗൈസ് കിട്ടിയിട്ടുണ്ട്. ജെറാഡ് ത്രൂ പാസ് വാൽവെർഡെ ഗൈസ്. മർഡോണ ഓക്കെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ബാക്കോട്ട് വലിച്ചില്ലായിരുന്നു, ഞാൻ നല്ലൊരു ചാൻസ് ആയിരുന്നു. ജെറാഡ് ഓക്കെ വീണ്ടും കിട്ടുന്നുണ്ട്. വാൽവെർഡെ ഓക്കെ മർഡോണ ഒരു ചെറിയ ക്രോസ്. ഓക്കെ മെസ്സി ഗോൾ ഗൈസ്. അപ്പോൾ എന്തായാലും കിട്ടുന്ന ഒരു ഗോളായിട്ട് അങ്ങനെ നമ്മൾ കംബാക്ക് തിരിച്ചെത്തിരിക്കുകയാണ് 22-ാം മിനിറ്റിൽ. അപ്പം മെസ്സിയും മർഡോണയും തമ്മിലുള്ള ഒരു മെസ്സിന് നല്ലൊരു ഹെഡിങ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഗോൾ നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഗോൾ ആരാണെന്ന് നമുക്കറിയില്ല, എന്തായാലും നമുക്ക് കണ്ടറിയാം ആരടിക്കുമെന്ന്. രണ്ടാമത്തെ ഗോൾ ഓഫ് എംബാപ്പെ ടു മുസൈലയിലോട്ട് പോയിട്ടുണ്ട്. മുസൈല ടു ഹവാർഡ്സ് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. റോഡ്രിഗർ ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ മാച്ചിന് നല്ല എടോ ആ ചാൻസ് ആയിരുന്നല്ലോ, അടിച്ചു കളയണ്ടായിരുന്നു, വെറുതെ അനാവശ്യമായി അടിച്ചു കളഞ്ഞു. ഓക്കെ ഹവാർഡ്സ് ഒരു പാസ്. പെഡ്രി എടാ കയറി വരുന്നുണ്ട്. ഓക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. വൈറ്റ് പാസ് വാൽവെർഡെ ത്രൂ പാസ്. ഓക്കെ മെസ്സി ഒരു നൈസ് പാസ്. മർഡോണ ഗൈസ് അറ്റാക്ക് ചെയ്ത് കോസ്റ്റേട്ട ഷോട്ട് അടിക്കുന്നു. കോസ്റ്റേട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ജെറാഡ് അടിച്ചു വിടുന്നു. എടാ ഇതൊക്കെ കിട്ടിയ ചാൻസ് ആയിരുന്നല്ലോ. ബെക്കംബാർ ഓക്കെ എൻ്റെ മോനെ ഗ്രീസ്മാൻ ഉണ്ടാകാനും കിട്ടിയിട്ടുണ്ട് ഗൈസ്. മെസ്സി നല്ലൊരു ചാൻസ് ആവട്ടെ ഗൈസ്. കിട്ടിയിട്ടുണ്ട്. മർഡോണ അടിച്ചു. ഓഫ് എൻ്റെ മോനെ കിടലിനൊരു ചാൻസ് ആയിരുന്നു, പക്ഷെ നമ്മൾ ചെറുതായിട്ടൊന്ന് മിസ്സാക്കി. കാരണം അടിപൊളി ചാൻസ് ആയിരുന്നു ഗൈസ്, പക്ഷെ പോസ്റ്റിൻ്റെ സൈഡിൽ കൂടെ പോയി. എന്തായാലും കിടലിനൊരു ഗോളാവേണ്ട സാധനമായിരുന്നു. മാനുവൽ ന്യൂയർ അടിക്കുന്നു. മാനുവൽ ന്യൂയർ ടു നോക്കുകയാണെങ്കിൽ റോഡ്രിഗറിലേക്കാണോ അല്ല വാൽവെർഡെ ത്രൂ പാസ്. ഓക്കെ എടാ കയറിപ്പോയല്ലേ. ബെക്കംബർ പെഡ്രി ഓക്കെ പെഡ്രി ടു എടാ കിട്ടിയിട്ടുണ്ട്. റോഡ്രിഗർ എന്തായാലും ചെക്കനെ നമ്മൾ അപ്പർ സൈഡിലേക്ക് ഇട്ടുകൊണ്ട് എല്ലാം സെറ്റാട്ടോ. മർഡോണ നല്ലൊരു ചാൻസ് ആയിരുന്നു. കോസ്റ്റേട്ട അടിക്കുന്നു. കോസ്റ്റേട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഉണ്ടേഗൻ ടു ത്രൂ പാസ്. ജെറാഡ് കിട്ടിയിട്ടുണ്ട് ഒരു ത്രൂ പാസ്. ഡിബ്രൂണി എംബാപ്പെ ഗൈസ് കിട്ടിയിട്ടുണ്ട്. എടുത്തിട്ടുണ്ട്. ഓക്കെ റോഡ്രിഗർ ഷോട്ട് അടിക്കുന്നു. ഗ്രീസ്മാൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. മെസ്സി ടു ഗുണ്ടേഗൻ നല്ലൊരു ചാൻസ് ആവട്ടെ. ഗുണ്ടേഗൻ എടാ ഡിബ്രൂണി ടു എംബാപ്പെ ഹവാർഡ്സ് ഓക്കെ ഓഫ് എന്നെ ഫുൾ ക്ലിയറൻസ് ചെയ്തിട്ട് വിടുന്ന റോഡ്രിഗർ ഗൈസ്. അപ്പോൾ ഹാഫ് ടൈം ആയിട്ടുണ്ട്. എന്തായാലും നോക്കുകയാണെങ്കിൽ നമ്മൾ 2 ഷോട്ട് അടിച്ചിട്ടുണ്ട്. ഓക്കെ അപ്പോൾ എന്തായാലും ഗൈസ് നമുക്കിനി നമ്മുടെ മിറ്റോമയെ ഇറക്കാം. മിറ്റോമ നമുക്ക് പ്ലെയർ റോള് സെക്കൻഡ് സ്ട്രൈക്കർ ആയിട്ട് ഇടാം, ലെഫ്റ്റ് വിങ് ഫോർവേഡ് ആയിട്ട്. അപ്പോൾ എന്തായാലും ഗൈസ് മിറ്റോമയെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒപ്പോണ്ട് സെറ്റാണ്. അപ്പോൾ നമുക്ക് മാച്ചിലേക്ക് കിടക്കാം ഗൈസ്. ഓക്കെ എന്തായാലും ഒരു ഗോൾ അടിച്ചു. ഇനി അടുത്ത നമ്മുടെ മിറ്റോമയാണോ അല്ലെങ്കിൽ എംബാപ്പെ ഓർ മെസ്സി നോക്കാം. ജെറാഡ് ടു ബെക്കംബർ ഹെർണാണ്ടസ്. നമുക്ക് റോബർട്ടോ കാർലോസിനൊക്കെ ഇറക്കാം കേട്ടോ. മെസ്സി കോസ്റ്റേട്ട എടാ നല്ല ചാൻസ് ആയിരുന്നു. മെസ്സി ഓക്കെ എടാ അവിടെ ആരും ഇല്ലായിരുന്നു. ഹക്കീമി നൈസായിട്ട് പോവുമായിരുന്നു. ബെക്കംബർ ടു ഹെർണാണ്ടസ് പാസ്. ഗുണ്ടേഗൻ ഓക്കെ എടാ കയറി വന്ന്. ഹക്കീമി ഒരു ഷോട്ട് ഓ എടാ കിട്ടിയിട്ടുണ്ട്. ജെറാഡ് ഷോട്ട് അടിക്കുന്നു. മെസ്സി ഓക്കെ മുസൈല കിട്ടിയിട്ടുണ്ട്. വാൽവെർഡെ പാസ്. വൈറ്റ് എടാ അത് വേണ്ടായിരുന്നു. പെഡ്രി ഹവാർഡ്സ് ഓക്കെ എടാ കയറി വരുന്നുണ്ടല്ലോ. മുസൈല ഓക്കെ ഷോട്ട്. എന്തായാലും ഗോളിലേക്ക് തന്നെ കറക്റ്റ് പോയി ഗൈസ്. റോഡ്രിഗർ നൈസായിട്ട് ഹാൻഡിൽ ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ പണി കിട്ടിയാനെ. നന്നായിട്ട് തന്നെ ഗോൾ അടിച്ചിട്ടുണ്ട്. മിറ്റോമയിലേക്കാണെന്ന് തോന്നുന്നു ഗൈസ്. മിറ്റോമ ഓഫ് കിമിച്ച് വന്ന് കയറി വന്ന് അടിച്ചു. ഓക്കെ ബെക്കംബാർ എടാ ഇതിപ്പോൾ രണ്ടാളും ഇങ്ങനെ കൂട്ടി വിട്ടുവോ? എന്തായാലും ത്രോ പോയിട്ടുണ്ട് ഗൈസ്, കുഴപ്പമില്ല, സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എംബാപ്പെ ഹക്കീമി ടു ഗൈസ് കിട്ടിയിട്ടുണ്ട്. മെസ്സി നല്ലൊരു ചാൻസ് ആവട്ടെ. മെസ്സി ടു മിറ്റോമയുടെ ബാക്ക് ജെറാഡ്. മിറ്റോമ കിട്ടിയിട്ടുണ്ട് ഗൈസ്. മർഡോണയ്ക്ക് ഓക്കെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. മർഡോണ ടു ഷോട്ട് ഓക്കെ ഇറ്റ്സ് ഗോൾ ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ രണ്ടാമത്തെ ഗോൾ അടിച്ചിട്ടുണ്ട്. മർഡോണ കിട്ടുന്ന ഒരു ഗോളായിരുന്നു, അത്യാവശ്യം നന്നായിട്ട് തന്നെ അടിച്ചിട്ടുണ്ട്. ഓക്കെ എംബാപ്പെ ടു പെഡ്രി ടു മുസൈല ഹവാർഡ്സ്. ഓക്കെ ഹവാർഡ്സ് ടു കിട്ടിയിട്ടുണ്ട്.
ബെക്കംബർ. അപ്പോൾ എന്തായാലും ഗൈസ് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ ഏറ്റിട്ടുണ്ട്. എംബാപ്പെ, മറഡോണ, പെഡ്രി, കോസ്റ്റേട്ട, ഹവാർട്സ് എടുത്തിട്ടുണ്ട്. റോഡ്രിഗർ പാസ്. ഓക്കെ എടാ അത് വേണ്ടായിരുന്നു. കിമ്മിച്ച്. ഒരു കിടിലൻ ഷോട്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഇറക്കിയിരിക്കുന്ന ഗോളിന്ന് വെച്ചാൽ ഒബ്ലാക്ക് ആണ്. നമ്മളെന്തായാലും തിരിച്ചു വരണം നമ്മുടെ മാനുവൽ ന്യൂയർ ആയിട്ട്. ഇപ്പം ജസ്റ്റ് പോഗ്ബാക്ക് ഒബ്ലാക്കിന് ഞാൻ ഇട്ടിട്ടുണ്ട്. കാരണം അതല്ലാണ്ട് വേറെ എനിക്ക് ഗോളി അധികമാരും സ്റ്റാമിന ഇല്ല. പ്ലെയർ പ്രൊഫഷനൊക്കെ ചെയ്യണം. അപ്പോൾ കുറേ സമയം എടുക്കുന്നുകൊണ്ടാണ് ഞാൻ എന്തായാലും ഇതാക്കിയിരിക്കുന്നത് ഗൈസ്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ്റെ IND ആണ് ഇട്ടേക്കുന്നത് ഒപ്പമുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളെ ഇറ്റ്സ് ടൈം ഫോർ കേസ് മിറോ. അപ്പോൾ ഗുണ്ടേഗനാണ് ഇപ്പോൾ നമ്മുടെ ക്യാപ്റ്റനായി കിടക്കുന്നത്. എന്തായാലും ഫസ്റ്റ് മെസ്സി ആയിരുന്നു. ഇപ്പോൾ സെക്കൻഡ് ഹാഫ് ഗുണ്ടേഗൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് റോബർട്ടോ കാർലോസിന് ഇപ്പോൾ 89 ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ മാച്ച് കളിക്കുന്നതോടെ പ്രോഗ്രഷനൊക്കെ ആയിട്ടുള്ളൂ. ഏകദേശം എനിക്ക് തോന്നുന്നു 100 എത്രയോ വരെ പോകും തോന്നുന്നു ഗൈസ്. എന്തായാലും 104 ഉണ്ടെന്ന് തോന്നുന്നു റേറ്റിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം. കോസ്റ്റേട്ടായിട്ട് വിനീഷ്യസ് ജൂനിയർ. വിനീഷ്യസ് ഒരു ഷോട്ട്. മെസ്സി ഗൈസ് കിട്ടിയിട്ടുണ്ട്. എടാ മെസ്സി അവിടുന്ന് ഷോട്ട് അടിക്കാനുള്ള പരിപാടി എന്താ? ഹാളൻഡ് എടീ എൻ്റെ പൊന്നു ഗൈസ്, അത് നമ്മൾ ശ്രദ്ധിച്ചില്ലാന്ന് ഇപ്പോൾ പണിയായത്. നൈസായിട്ട് എടാ ഇത് പോഗ്ബാക്ക് ഹാളൻഡ് ആണല്ലോ. അതിപ്പോൾ എന്തായാലും അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ കേട്ടോ. നമ്മൾ ഇതുവരെ ആദ്യമായിട്ടാണ് നമ്മുടെ റോബർട്ടോ കാർലോസിനെ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഒരു മാച്ചിലാണ് പോഗ്ബാക്ക് ഈ പുതിയ ഹാളൻഡിനെ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പുതിയതായിട്ടാണ് ഇപ്പോൾ മാച്ചുമായിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പോഗ്ബാക്ക് ഹാളൻഡിനെ ചെക്കൻ അത്യാവശ്യം നല്ലൊരു ഷോട്ട് അടിച്ചു. ഏകദേശം 97ഓളം ഇതുണ്ട്, സ്റ്റാമിനയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. മെസ്സി ടു വഹിച്ച് ഹാളൻഡ് എടുക്കുന്നുണ്ട് കേട്ടോ. റോഡ്രിഗർ അടാ കിമ്മിച്ച്. ഓക്കെ, നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. എംബാപ്പെ, മറഡോണ, കേസ് മിറോ. ഓക്കെ, മറഡോണ എടുത്തു. മറഡോണ വൈറ്റ് ഒരു ക്രോസ് അടിക്കാൻ പറ്റിയ സമയമാണ്. വൈറ്റ് ഓക്കെ എടേ എൻ്റെ പൊന്നു നല്ലൊരു ചാൻസ് ആയിരുന്നു. പോസ്റ്റ് കെട്ടി പോകുന്നത് നല്ല കിടിലൊരു ഗോൾ അടിക്കായിരുന്നു കിമ്മിച്ച്. പെഡ്രി, മെസ്സി, ഓക്കെ പ്ലെയർ ബെക്കംബാർ, ഉണ്ടേകൻ, ജെറാഡ്. ഓക്കെ അടിച്ചു വിട്ടിട്ടുണ്ട് എന്തായാലും കിമിച്ച്. പെഡ്രി ഓക്കെ എടുത്തിട്ടുണ്ട്. റോഡ്രിഗർ ഷോട്ട് അടിക്കുന്നു. ഓക്കെ പുറത്തേക്ക് പോയി. അപ്പോൾ ഗൈസ് എന്തായാലും ഫുൾ ടൈം ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ. 86 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താവും അറിയില്ല. എന്തായാലും നമ്മൾ 2 ഗോൾ അടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ മാച്ച് ഏകദേശം ജയിക്കാനാണ് ചാൻസ്. എംബാപ്പെ കിട്ടിയിട്ടുണ്ട് നല്ലൊരു ചാൻസ്, കിടിലൻ ചാൻസ്. എടാ അലാബ അല്ല നൈസ് ഒരു ത്രൂ പാസ് കിട്ടുമായിരുന്നു നമ്മുടെ മിറ്റോമയ്ക്ക്. ഉണ്ടകൻ ബാക്ക്. റോബർട്ടോ കാർലോസ് ഫസ്റ്റ് ഷോട്ട് കേട്ടോ. ഹക്കീമി ഹാളൻഡ് കിട്ടിയിട്ടുണ്ട്. റോബർട്ടോ കാർലോസ് പാസ് ഗുണ്ടകൻ, ത്രൂ പാസ് ജെറാഡ്, കേസ് മിറോ. ഓക്കെ നല്ലൊരു ചാൻസ്. മറഡോണ. എടാ നൈസ് ഒരു പാസ് ആയിരുന്നു. പക്ഷെ അവിടെ കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്. മിറ്റോമ ഷോട്ട് അടിക്കാൻ പറ്റിയ ചാൻസ്. എടാ ഗോളി ഗൈസ്. അപ്പോൾ എന്തായാലും ഹക്കീമിനോട്ട് പോയി ഗൈസ്. അപ്പോൾ ഇന്നത്തെ മാച്ച് അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ നമ്മുടെ മാച്ച് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. 2 ഗോളുകൾക്ക് നമ്മൾ മാച്ച് ജയിച്ചിരിക്കുകയാണ്. ആ ഒബ്ജക്റ്റീവ് ഒക്കെ കംപ്ലീറ്റ് ആയി. അപ്പോൾ എന്തായാലും നമ്മൾ മാച്ച് അങ്ങനെ ജയിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഉറപ്പായിട്ടും നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഷോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ അവർ 2 ഷോട്ടും നമ്മൾ 5 ഷോട്ടുമാണ്. അപ്പം ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ. ഓക്കെ ബൈ.